Okay, preparation of ketones only. Preparation of ketones only. Ketones only. Okay, നോക്കിക്കോളൂ. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പം ആൽക്കൈൽ ഹാലൈഡില് സോറി, ഫ്രം ആൽക്കൈൽ ഹാലൈഡില് ഫ്രം അസൈൽ ഹാലൈഡ് ആണ്. ഫ്രം അസൈൽ ഹാലൈഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അസൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, RCOCl എന്ന് പറയുന്ന അല്ലെങ്കിൽ RCOX എന്ന് പറയുന്ന ജനറൽ ഫോർമുലയിൽ വരുന്ന ആൾക്കാരെയാണ് അസൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അസൈൽ ഹാലൈഡിൽ നമുക്ക് കീറ്റോൺ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതിന്റെ ജനറൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു അസൈൽ ഹാലൈഡ് ഡൈ ആൽക്കൈൽ കാഡ്മിയവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാക്കും? അസൈൽ ഹാലൈഡ് ഡൈ ആൽക്കൈൽ കാഡ്മിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീറ്റോൺസ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. കീറ്റോൺസ് ജനറൽ കൺസെപ്റ്റ്. അപ്പം അടുത്ത ചോദ്യം, അസൈൽ ഹാലൈഡ് നമുക്കറിയാം, ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയം വരാം, അല്ലെങ്കിൽ ഡൈ ആൽക്കൈൽ കാഡ്മിയത്തിനെ എങ്ങനെ ഉണ്ടാക്കും? അതാണ് അടുത്ത ഒരു ചോദ്യം വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഡൈ ആൽക്കൈൽ കാഡ്മിയത്തിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് എടുക്കും, RMgX. ഇത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഓക്കെ, ഇത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കാഡ്മിയം ക്ലോറൈഡുമായിട്ട് CdCl2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കാഡ്മിയം ക്ലോറൈഡ് ആണ്. ഈ കാഡ്മിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ആറും ഈ Cl കൂടെ റിയാക്ട് ചെയ്തിട്ട്, ആറും കാഡ്മിയം കൂടെ റിയാക്ട് ചെയ്തിട്ട് R2CD എന്ന് വരും. ഡൈ ആൽക്കൈൽ, കണ്ടോ, രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് കാഡ്മിയം പ്ലസ് എന്താ, പ്ലസ് Mg, ഇവിടെ ഏതാണോ ഹാലജൻ വരുന്നത് XCl, ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മൾ ഈ ആളിനെ നമ്മൾ ഉണ്ടാക്കി, ഈ ആളിനെ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ആളിനെ എടുത്തിട്ട് ഈ അസൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കീറ്റോൺസ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ മെയിൻ റിയാക്ഷൻ നോക്കിക്കോളൂ. നമ്മൾ ഒരു CH3 CH2 C ഡബിൾ ബോണ്ടോ Cl എടുക്കുന്നു. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അസൈൽ ഹാലൈഡ് ആണ്. ഇതിനെ ഞാൻ ഒരു കാഡ്മിയം ക്ലോറൈഡ് CH3 ട്വൈസ് Cl-ഉമായിട്ട് റിയാക്ട് ചെയ്യാം. എന്തായിരിക്കും സംഭവിക്കുന്നത് അറിയോ? ഇത് ഇവിടെ അങ്ങോട്ട് കട്ടായിട്ട് ഈ CH3 ഗ്രൂപ്പ് വന്ന് ഇവിടെ വന്ന് ചേരും. അതായത് CH3 CH2 C ഡബിൾ ബോണ്ടോ ആ Cl മാറിയിട്ട് പകരം അവിടെ ഒരു CH3 വരും. ഇത് രണ്ടെണ്ണം ഉണ്ട്, ഇവിടെയും രണ്ട് മോളിക്കൂൾ ഉണ്ട്, ഇവിടെയും രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഇതും രണ്ടായിരിക്കും ഫോം ചെയ്യുന്നത്. പ്ലസ് എന്താ, ഈ സോറി, ഡൈആൽക്കൈൽ കാഡ്മിയം ആണല്ലോ, ഇത് CD ആണ്. അപ്പൊ എന്ത് വരുന്നു? പ്ലസ് എന്തെന്ന് വരുന്നു? CdCl2 എന്നും വരുന്നു. ഇതാണ് അവിടുത്തെ ജനറൽ റിയാക്ഷൻ. അപ്പൊ നമുക്ക് കീറ്റോണിനെ ഉണ്ടാക്കി, ഇത് കീറ്റോൺ ആണ്, ഇത് പ്രൊപ്പൻ 2 ഓൺ ആണ്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ അതിന്റെ ബേസിക് പഠിച്ചു, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നോമൻക്ലേച്ചർ പഠിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു. പ്രിപ്പറേഷനെ നമ്മൾ 3 സെറ്റ് ആക്കിയിട്ടാണ് പഠിച്ചത്. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, ആൽഡിഹൈഡ്സിനെ മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, കീറ്റോൺസിനെ മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കീറ്റോൺസിനെ മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷനിൽ ആദ്യത്തേതാണ് ഫ്രം അസൈൽ ഹാലൈഡ്. അസൈൽ ഹാലൈഡിനെ ഡൈ ആൽക്കൈൽ കാഡ്മിയം എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോൺ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഡൈ ആൽക്കൈൽ കാഡ്മിയം എങ്ങനെ ഉണ്ടാവും? ഡൈ ആൽക്കൈൽ കാഡ്മിയത്തിനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് എടുത്തിട്ട് അതിനകത്ത് കാഡ്മിയം ക്ലോറൈഡ് ആഡ് ചെയ്താൽ മതി. കാഡ്മിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, ഡൈ ആൽക്കൈൽ കാഡ്മിയം ഉണ്ടാകുന്നു, പ്ലസ് അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകും. ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയം നമ്മൾ അങ്ങോട്ട് എടുക്കുന്നു, എന്നിട്ട് അതിനകത്ത് ഒരു അസൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ Cl-ഉം അല്ലെങ്കിൽ X ഏതെങ്കിലും ബ്രോമിനോ അയഡിനോ ആര് വേണേ ആവാം. അപ്പൊ അത് കാഡ്മിയം ക്ലോറൈഡുമായിട്ട് ഡൈ ആൽക്കൈൽ കാഡ്മിയമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഈ ബോണ്ട് ഇവിടെ പൊട്ടി, അതേപോലെ ഇവർ തമ്മിലുള്ള ബോണ്ടും പൊട്ടിയിട്ട് ഈ CH3 വന്ന് ഇതേലോട്ട് വന്ന് ചേർന്നു. അപ്പൊ നോക്കിയേ,
ഇവിടെ CH3 CH2 CH2 CH3 CH2 C ഡബിൾ ബോണ്ടോ CH3 വന്ന് ചേർന്നു, പിന്നെ കാഡ്മിയം ക്ലോറൈഡ് ഫോം ചെയ്തു. കണ്ടോ? അപ്പൊ കീറ്റോൺ ഫോം ചെയ്തു. ഇതാണ് അതിന്റെ റിയാക്ഷൻ. ഇനി ഇതിന്റെ രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ഫ്രം നൈട്രൈൽസ് ആണ്. ഫ്രം നൈട്രൈൽസ് ആണ്. ഫ്രം നൈട്രൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും സി തന്നെയാണ് നൈട്രൈൽ എന്ന് പറയുന്നത്. നോക്കിയോ, CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് N, ഇതാണ് നൈട്രൈൽ. ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു അരോമാറ്റിക് ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ആഡ് ചെയ്യാണ്. അതായത് അരോമാറ്റിക് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുമ്പോൾ CH3 MgCl, ഇതൊരു ഗ്രിഗ്നാർഡ് റിയേജന്റ് എക്സാമ്പിൾ ആണ്. അരോമാറ്റിക് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുമ്പോൾ വേണ്ട, ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ആര് വരുന്നു? ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ആര് വരും? അവിടെ ഒരു അരോമാറ്റിക് ആയിട്ടുള്ള ഒരു ബെൻസീൻ റിംഗ് വരും. കണ്ടോ? ഇതിപ്പം അരോമാറ്റിക് എന്താണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം അവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ മോളിക്കുലാർ ഫോർമുലയിലായിരിക്കും എഴുതുന്നത്. അവിടെ ഞാൻ റിംഗ് വരയ്ക്കുന്നില്ല, പകരം C6H5 എന്ന് എഴുതുന്നുള്ളൂ. എന്നിട്ട് MgBr എന്ന് എഴുതുന്നു. MgBr. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ബോണ്ട് പൊട്ടും. എന്നിട്ട് ഇതിൽ പോസിറ്റീവ് ക്യാരക്ടർ വരുന്നത് ഈ MgBrനാണ്, നെഗറ്റീവ് ക്യാരക്ടർ ഇതിനാണ് വരുന്നത്. അപ്പൊ പോസിറ്റീവ് ഇവിടെ എന്ത് ചെയ്യുന്നറിയാം, ഇവിടോട്ട് ഈ C6H5 എന്ന് പറഞ്ഞ ആള് നൈട്രജനിലേക്കും MgBr എന്ന് പറഞ്ഞ ആള് ഈ കാർബണിലേക്കും വരും, ഡബിൾ ബോണ്ട് പൊട്ടിച്ചിട്ട്. അപ്പൊ ഇങ്ങനെയാണ് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. നോക്കിയോളൂ, ഇങ്ങനെയാണ് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. CH3 CH2 അതിനെ അനക്കണ്ട. പിന്നെ ഈ സിയുടെ മണ്ടയ്ക്ക് ആര് വന്നു? C6H5 വന്നു. വീണ്ടും ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്, അതേൽ ആര് വന്നു? അതേൽ MgBr വന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ഇത് കീറ്റോൺ ആക്കി മാറ്റണം. കീറ്റോൺ ആക്കി മാറ്റണമെങ്കിൽ ഒന്നും ചെയ്യേണ്ടതിന്റെ, ഇത് കാർബൺ വന്നു, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു. ഈ കാർബണിന്റെ ഇപ്പുറത്തെ സൈഡിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിലും അതൊരു അറൈൽ ഗ്രൂപ്പാണ്, ഇപ്പുറത്തെ സൈഡിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമാണ്. അപ്പൊ ഈ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ മാറ്റിയിട്ട് അവിടെ ഡബിൾ ബോണ്ട് കൊണ്ടുവന്നാൽ മതി, പോരെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡബിൾ ബോണ്ട് ഞാൻ പറഞ്ഞു, ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ടിന് അപ്പുറത്തുള്ള ഏത് കോമ്പൗണ്ടിനെ മാറ്റിയിട്ടും, അല്ലെങ്കിൽ ഏതൊരു അറ്റാച്ച്മെന്റ് മാറ്റിയിട്ട് അവിടെ ഓക്സിജൻ കൊണ്ടുവരണമെങ്കിലും ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതായത് H3O+ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അവിടെ ഒരു O വന്ന് ചേരും. ഇങ്ങനെ വരും. അതായത് CH3 CH2 C, ഇവിടെ C6H5 ഡബിൾ ബോണ്ട് O. കണ്ടോ? ഇതിപ്പോ ഒരു കീറ്റോൺ ആയിട്ട് മാറിയില്ലേ? ഇതൊരു കീറ്റോണാ. പിന്നെന്താ? നമുക്കറിയാം ഈ H3O+നകത്ത് ഒരു H ഉം ഒരു OH ഉം ഒക്കെ ഉണ്ട്, ഇല്ലേ? ഈ H വന്നിട്ട് ഈ OH വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ MgBrന്റെ ഇടയിൽ വന്ന് ചേരും. പ്ലസ് എന്താ? MgOH-Br എന്നാവും. പിന്നെ ഈ നൈട്രജൻ ഉണ്ടല്ലോ, ഈ നൈട്രജൻ N2 നൈട്രജൻ മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ആവും. ഇത്രയുമാണ് റിയാക്ഷൻ. ഇത് രണ്ടെണ്ണം എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിന്റെ മെയിൻ പ്രൊഡക്റ്റ് ആവേണ്ടത് ഇതാണ്. മെയിൻ പ്രൊഡക്റ്റ് നമ്മൾ കീറ്റോന്റെ പ്രിപ്പറേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? C ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ഒരു ബെൻസീൻ റിങ്, റിങ്ങും ഇപ്പുറത്തെ സൈഡിൽ CH2 CH3. കണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? സിയോടെ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ്, അറൈൽ ഗ്രൂപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കീറ്റോണാണ്. അതേപോലെ തന്നെ നമ്മൾ ഇനി ഒരു റിയാക്ഷനും കൂടെ ഉള്ളൂ നമുക്ക്. എന്താണ്? കീറ്റോണിനെ മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റിയാക്ഷനും കൂടെ ഉള്ളൂ. അത് മൂന്നാമത്തേന്ന് കൊടുത്തിട്ട്, 3 നമ്പർ കൊടുത്തിട്ട് ഫ്രം ബെൻസീൻ ആണ്. അവനെ നമ്മൾ പറയുന്നത് അസൈലേഷൻ എന്ന് പറയും. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയും. അസൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അസൈലേഷൻ. അപ്പം അതിനെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയും. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അതൊന്നുമില്ല. നമ്മൾ ഒരു ബെൻസീൻ റിംഗ് എടുക്കുന്നു. ഈ ബെൻസീൻ റിങ്ങിനകത്തോട്ട് ഒന്നെങ്കിൽ ഒരു അരോമാറ്റിക് ആയിട്ടുള്ള അസൈൽ ഹാലൈഡോ അല്ലെങ്കിൽ അലിഫാറ്റിക് ആയിട്ടുള്ള അസൈൽ ഹാലൈഡോ. അപ്പൊ അതിനെ ഞാൻ രണ്ടും കൂടെ വേണം ഒറ്റ റിയാക്ഷനകത്ത് എഴുതാം. ഒന്നെങ്കിൽ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇവിടെ ഒരു അറൈൽ ഗ്രൂപ്പ് വരാം. ഇതിനെ നമ്മൾ എന്താ, അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കട്ടാവും,
ഇത് കട്ടായിട്ട് ഈ സി വന്നിട്ട് നേരെ വന്നിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വന്ന് കയറും ബെൻസീൻ റിങ്ങിന്റെ അവിടെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇതിങ്ങനെ ഉണ്ടാവും. അതായത് നമുക്ക് ബെൻസീൻ റിങ് ഇതേപോലെ തന്നെ ഇവിടെ എന്ത് വരും, സി ഡബിൾ ബോണ്ടോ ഇവിടെ എന്ത് വരും, ആൽക്കൈൽ ഗ്രൂപ്പാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. കണ്ടോ, സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ഒരു അറൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നപ്പോൾ ഇതെന്തായിട്ട് മാറി, ഇത് കീറ്റോൺ ആണ്. പ്ലസ് നമുക്കറിയാം ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ അസൈൽ ഗ്രൂപ്പ് വന്നത്. അപ്പം ആ ഹൈഡ്രജൻ നേരെ ഈ ക്ലോറിന്റെ കൂടെ പോയിട്ട് HCl ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെയാണ് സംഭവം. ഈ RCO ഗ്രൂപ്പിനെയാണ് അല്ലെ അറൈൽ CO ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം. അടുത്ത നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ എഴുതാനുള്ള കാര്യം ഞാൻ അതിപ്പോ പഠിപ്പിക്കുന്നില്ല. എന്താണ് അത്, ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. എന്താ, ലോവർ മെമ്പേഴ്സ് എല്ലാം ഈ പറഞ്ഞ ഗ്യാസ് ആണ്, അവർക്ക് ലോവർ മെമ്പേഴ്സിനെല്ലാം പഞ്ചന്റ് സ്മെല്ലാണ്. ഹയർ മെമ്പേഴ്സ് വരുമ്പോൾ ഫ്രാഗ്രൻസ് ആണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പല ഫ്ലേവറിംഗ് ഏജൻസിലും അതേപോലെ തന്നെ എന്താണ് പെർഫ്യൂംസിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിന്റെ സോലിബിലിറ്റി. അത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറയാം. ഞാൻ നോട്ട് അതിന്റെ അയച്ചു തരാം, ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഒരു 2 പേജ് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഒരു 2 പേജ് വിട്ടിട്ട് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് എഴുതണം. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് ഒരു 2 പേജ് വിടുക, എന്നിട്ട് കെമിക്കൽ റിയാക്ഷൻസ് എഴുതുക. ആ 2 പേജ് ഉള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എഴുതേണ്ടത്. അതിനകത്തൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ തരാത്തത്. ഒന്നുമില്ല, ജസ്റ്റ് ആ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതുകൊണ്ട് അത് എഴുതണം എന്നുള്ളതുകൊണ്ട് മാത്രം അത് തരികയാണ്, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. 2 പേജ് വിടുക, എന്നിട്ട് ഇതങ്ങോട്ട് എഴുതിക്കേ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എഴുതിക്കോളൂ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് chemical properties of chemical properties of aldehydes and ketones. ഈ ആൽഡിഹൈഡും കീറ്റോണും മറ്റാൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും, അല്ലെങ്കിൽ ഇവർ റിയാക്റ്റീവ് ആവാനുള്ള കാരണം എന്താ, ആൽഡിഹൈഡ്സ് ആണോ കീറ്റോൺസ് ആണോ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ റിയാക്റ്റീവ് നേച്ചർ കാണിക്കാനുള്ള കാരണം എന്താ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടാണ് നമ്മൾ ആ റിയാക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനകത്തെ ആദ്യത്തെ ജനറൽ കൺസെപ്റ്റ് എഴുതേണ്ടത് എങ്ങനെയാണ്, ഇവർക്ക് ആൽഡിഹൈഡിനും കീറ്റോണിനും ഉള്ള കോമൺ കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കാർബോണൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഈ കാർബോണൈൽ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ, കാർബോണൈൽ ഗ്രൂപ്പിന്റെ ഡബിൾ ബോണ്ട് എപ്പോഴും ഈ ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് ഓക്സിജന്റെ അടുത്തോട്ടാണ് നീങ്ങിയിരിക്കുന്നത്. അപ്പം ഓൾറെഡി ഇവർക്ക് കോമ്പൗണ്ട്, ജസ്റ്റ് ഏത് കോമ്പൗണ്ട് ആണെങ്കിൽ അതിന്റെ നോർമൽ സ്റ്റേറ്റിൽ തന്നെ അവർക്ക് ഈ ഓക്സിജന്റെ മണ്ടയ്ക്ക് ഒരു ഡെൽറ്റ നെഗറ്റീവും കാർബണിന്റെ മണ്ടയ്ക്ക് ഒരു ഡെൽറ്റ പോസിറ്റീവും ഉണ്ട്. അത് നമ്മൾ എഴുതുന്നില്ലെന്നേ ഉള്ളൂ, പകരം അവര് റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കയ്യിൽ ഉള്ള സാധനമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഡബിൾ ബോണ്ടിനെ ഓക്സിജൻ അടുത്തോട്ട് നീക്കി വെക്കും, അതിന്റെ ഭാഗമായിട്ട് പാർഷ്യൽ ചാർജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് ഒരു ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എന്തായാലും ഈ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ കാർബണിന്റെ മണ്ടയ്ക്കായിരിക്കും, കാരണം കാർബൺ ആണ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെ വന്ന് ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്യും, ഇത് സിംഗിൾ ബോണ്ട് ആണ്, ഇത് ഓട് അവിടെ ഈ ന്യൂക്ലിയോഫൈലിന്റെ പോസിറ്റീവ് പാർട്ട് ആണ്. ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ജനറൽ റിയാക്ഷൻ. ഓക്കെ, എന്നാൽ ഇവിടെ അടുത്ത ചോദ്യം ഉയരുന്നത് ഇതാണ്, അതായത് aldehydes are more reactive than ketones. Why? അതാണ് ആദ്യത്തെ ചോദ്യം. പരീക്ഷയ്ക്ക് ഇത് ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് ഇങ്ങനെയല്ല ചോദിക്കുന്നത്, കോമ്പൗണ്ടുകൾ തന്നിട്ട് ABC ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് എയും ബിയും ഒക്കെ ചിലപ്പം ആൽഡിഹൈഡും കീറ്റോണും ഒക്കെ ആയിരിക്കും. വൈ എ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബി. പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന എ ചിലപ്പോൾ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും ആൻസർ, മനസ്സിലായോ? ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഇങ്ങനെ ചോദിക്കില്ല. അപ്പം ക്വസ്റ്റ്യൻ അകത്തും എന്തെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. നമുക്ക് നോക്കാം. അതിന് ആദ്യം ഒരു കാർബോക്സിലിക് ആസിഡിന്റെ പടം, ഒരു കീറ്റോണിന്റെ പടം വരയ്ക്കുക. കീറ്റോണിന്റെ പ്രത്യേകത ആ സി ഡബിൾ ബോണ്ടോടെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. അടുത്ത ഒരു ആൽഡിഹൈഡ് വരയ്ക്കുക. ആൽഡിഹൈഡിന്റെ സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ ഹൈഡ്രജനും ആയിരിക്കും. ഇനി അടുത്തത് സി ഡബിൾ ബോണ്ടോടെ ഈ ആൽഡിഹൈഡ് വേണമെങ്കിൽ ഇങ്ങനെ വരാമല്ലോ, സി ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ എച്ചും ഒരു സൈഡിൽ എച്ചും വരാമല്ലോ. ഓക്കെ,
ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്ട് ഈ ആളാന്ന് പറയും, പിന്നീട് ഞാൻ ഈ ആളാന്ന് പറയും, പിന്നീട് ഞാൻ ഈ ആളാന്ന് പറയും. അതിന് കാരണമുണ്ട്. ഓക്കെ ആണല്ലോ. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓൾറെഡി ഇവര് റിയാക്ട് ചെയ്യാതെ തന്നെ ഈ ഓക്സിജൻ ഒരു സ്ലൈറ്റ് നെഗറ്റീവും കാർബൺ ഒരു സ്ലൈറ്റ് പോസിറ്റീവും ഉണ്ട്. ഇവിടെയും സ്ലൈറ്റ് നെഗറ്റീവും സ്ലൈറ്റ് പോസിറ്റീവും ഉണ്ട്. ഇവിടെയും ഒരു സ്ലൈറ്റ് നെഗറ്റീവും സ്ലൈറ്റ് പോസിറ്റീവും ഉണ്ട്. ഒന്നാമത്തെ റിയാക്ഷൻ, അതായത് കീറ്റോൺ റിയാക്ടിവിറ്റി കുറവാണ്. അതിന്റെ ഒന്നാമത്തെ റീസൺ ഈ രണ്ടാൾക്കാരാണ്. അതായത് ഈ ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ ബ്രാഞ്ചിൽ ബൾക്കി ഗ്രൂപ്പാണ്. അതായത് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് പൊതുവെ ഈ തടിയന്മാരുടെ വിഭാഗത്തിലാണ് പെടുത്തിരിക്കുന്നത്. അതായത് കെമിസ്ട്രിയിലെ തടിയൻ ഗ്രൂപ്പുകളാണ്, അതായത് ബൾക്കി ഗ്രൂപ്പ് എന്ന് പറയും. അങ്ങനെ ഒരു ഇപ്പൊ ഞാൻ നമ്മുടെ ഇപ്പൊ ട്യൂഷൻ സെന്ററിൽ ഞാൻ കഴിഞ്ഞ ദിവസം വന്നവരോട് എക്സാമ്പിൾ പറഞ്ഞാണ്. ഒരു ബെഞ്ചിൽ നമുക്ക് ഒരു 4 പേർക്ക് സുഖമായിട്ടും 5 പേർക്ക് ഒന്ന് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു നല്ല വണ്ണമുള്ള 2 പേര് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 4 പേരുടെ കണക്കൊക്കെ അങ്ങ് മാറിയിട്ട് ആ 2 പേരായിട്ട് എന്ത് ചെയ്യും, ഒതുങ്ങേണ്ടി വരും. മനസ്സിലായോ? അപ്പം അങ്ങനെ ബൾക്കി ഗ്രൂപ്പ് വരുവാണെങ്കിൽ പുതിയ ഒരാളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. ഈ 2 ബൾക്കി ഗ്രൂപ്പ് ഉള്ളപ്പം ഇതിന്റെ അടുത്തോട്ട് വേണം മറ്റേ ആൾക്കാരെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിക്കാൻ. അത് പറ്റില്ല. അതാണ് ഒരു റീസൺ. ഓക്കെ, ആ റീസൺ എഴുതി തരാം. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ കാരണം പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറയും. ഈ കീറ്റോണിന്റെ ബ്രാഞ്ചിൽ ആഡ് ചെയ്തിരിക്കുന്ന 2 ഗ്രൂപ്പും ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്ലസ് ഐ ഇഫക്റ്റ് കളിക്കുന്ന ആൾക്കാരാണ്. പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറയുന്നത് എഴുതല്ലേ, ഈ പടം മാത്രം വരച്ചു വെക്കുക, എഴുതാനുള്ള ഞാൻ തരാം. പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ് ആണ്. ഡൊണേറ്റിംഗ് ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ജനറൽ കൺസെപ്റ്റ് കാരണം ഈ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് ആ കാർബണിനെ നമുക്ക് ഇലക്ട്രോഫിലിക് കാർബൺ എന്ന് പറയാം. അതിന് ഇലക്ട്രോഫിലിക് നേച്ചർ കൂടുതലായിരിക്കും. ഇലക്ട്രോഫിലിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ ലവിങ് നേച്ചർ. ഇലക്ട്രോൺ ലവിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ ലവ് ചെയ്യാനുള്ള ടെൻഡൻസി. ഇലക്ട്രോണിനെ ലവ് ചെയ്യാനുള്ള ടെൻഡൻസി വരണമെങ്കിൽ അവൻ എന്ത് ചാർജ് ആയിരിക്കണം? പോസിറ്റീവ് ചാർജ്. അത് അവന്റെ മണ്ടയ്ക്ക് ആവശ്യത്തിനുണ്ട്. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അവന് വരുന്ന ന്യൂക്ലിയർ ഫൈലിനെ സിമ്പിൾ ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കാം. പക്ഷേ 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് ഈ കാർബണിന്റെ മണ്ടയ്ക്ക് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടായത്. ആ ഡെഫിഷ്യൻസി ആരങ്ങ് നികത്തും? ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോണിനെ കൊടുത്തങ്ങ് നികത്തും. അതിനർത്ഥം ഈ കാർബണിന്റെ പോസിറ്റീവ് ചാർജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് കാർബണിന്റെ ഇലക്ട്രോഫിലിക് നേച്ചർ കുറയും. അതായത് ന്യൂക്ലിയോഫൈലിനെ അവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യാനുള്ള കഴിവ് കുറയും. അപ്പം ഇവിടത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. അത് ഇവിടെ എന്താണ്? പ്ലസ് ഐ ഇഫക്റ്റ്. ഒരു സൈഡിൽ നിന്ന് പ്ലസ് ഐ ഇഫക്റ്റ് ഉള്ളൂ. അപ്പം ഈ സൈഡിൽ നിന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവനെക്കാളും കുറച്ചുകൂടെ റിയാക്റ്റീവ് ആണ് ഇവൻ. മൂന്നാമത്തെ സൈഡ് നോക്കി, മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കി, ഇവിടെ ഇവനും ആൽക്കൈൽ ഗ്രൂപ്പ് അല്ല, ഇവനും ആൽക്കൈൽ ഗ്രൂപ്പ് അല്ല. അപ്പൊ ഇവന്റെ പോസിറ്റീവ് ചാർജ് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് അതേപോലെ തന്നെ നിൽക്കും. വരുന്ന ന്യൂക്ലിയോഫൈലിനെ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അത് ഈ പടം നിങ്ങൾ ഒന്ന് വരയ്ക്കുക. ഈ പടം നിങ്ങൾ വരയ്ക്കുക, നോക്കിയോളൂ. ഓക്കെ, ഈ പടം വരച്ചിട്ട് ഈ പടത്തിന്റെ ഇങ്ങോട്ടേക്ക് ഒരു ആരോ ഇട്ടേക്കുക, ഇവിടെയും ആരോ ഇട്ടേക്കുക. ആ ആരോടെ ആ സൈഡിൽ പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് എഴുതുക, ഇവിടെയും പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് എഴുതുക, ഇവിടെയും ഇങ്ങനെ ഇങ്ങനെ എഴുതുക, ഇവിടെയും പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി ഡോട്ട് ഇട്ട് 2 റീസൺ എഴുതണമല്ലോ. ആ റീസൺ ആണ് പറയാൻ പോകുന്നത്. ആ റീസണ് ഒരു റീസൺ ഇതാണ്. The two alkyl group on ketones creates steric hindrance to the approach of a nucleophile. രണ്ടാമത്തെ the two alkyl group creates plus I effect which decreases
the electrophilicity of carbonyl carbon. അപ്പം അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയണം. അപ്പൊ അത് അതിന്റെ താഴോട്ട് ഒരു ലൈൻ വിട്ടിട്ട് ബാക്കിയായിട്ട് എഴുതുക. കാർബൺ ഇൻ കാർബോണൈൽ കാർബൺ is electrophilic in nature due to polarity it becomes slightly positive charge and a slight positive charge. So a nucleophile attack carbonyl carbon, but the presence of two alkyl group on carbon increases electron density on carbonyl carbon due to plus I effect, which in turn reduces the electrophilic nature resisting the attack of nucleophile. നമ്മൾ കെമിക്കൽ റിയാക്ഷനിലോട്ട് കയറാൻ പോവാണ്. കെമിക്കൽ റിയാക്ഷൻ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കെമിക്കൽ റിയാക്ഷൻ തരുന്ന സമയത്ത്, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അത് അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. സ്ട്രക്ചറൽ ഫോർമുല വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. സ്ട്രക്ചറൽ ഫോർമുല വെച്ചിട്ട് പഠിപ്പിച്ചാലേ അത് എവിടൊക്കെ എന്തൊക്കെ ആഡ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ലോജിക്കലി മനസ്സിലാവുള്ളൂ. പരീക്ഷയ്ക്ക് ഇതിന്റെ കണ്ടൻസ്ഡ് വെർഷൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളെ ഞാൻ ഈ സ്ട്രക്ചർ വരപ്പിച്ചാലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ കണ്ടൻസ്ഡ് രീതിയും കൂടെ വരച്ച് പഠിക്കണം. ഒന്ന് രണ്ടെണ്ണം ഞാൻ വരച്ച് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ വിടർത്തി വരച്ചിട്ടൊന്ന് നോക്കണം, മനസ്സിലായി. എന്നാലേ നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ആക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത്, കെമിസ്ട്രിയുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഒരു ഹെഡിങ്ങിന്റെ താഴെ എത്ര റിയാക്ഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഒരു ഹെഡിങ്ങിന്റെ താഴെ എത്ര റിയാക്ഷൻ വരും. ഇപ്പൊ നമ്മൾ പ്രിപ്പറേഷനകത്ത് നമ്മൾ ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ പഠിച്ച സമയത്ത് നമ്മൾ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും പ്രിപ്പറേഷൻ പഠിച്ച സമയത്ത് നമ്മൾ മൂന്നായിട്ട് തിരിച്ചു. ആൽഡിഹൈഡിന്റെയും കീറ്റോണിനെയും പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്ന റിയാക്ഷൻ, ആൽഡിഹൈഡിനെ മാത്രം, കീറ്റോണിനെ മാത്രം. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷനകത്ത് ഒന്നാമത്തെ ഏതാ ഹെഡിങ്? ഓക്സിഡേഷൻ ഓഫ് ആൽക്കോഹോൾ. രണ്ടാമത്തെ എന്താ? ഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കോഹോൾ. മൂന്നാമത്തെ എന്താ? ഫ്രം ഹൈഡ്രോ കാർബൺ. അതിനകത്ത് എത്ര? ഹൈഡ്രോ കാർബണിനകത്ത് ആൽക്കീനെ ഓസോണലിസിസ് ചെയ്തു, ആൽക്കൈനകത്തോട് വാട്ടർ ആഡ് ചെയ്ത് ടോട്ടോമറൈസേഷന് വിധേയമാക്കി. ഇനി അതേപോലെ തന്നെ അടുത്തത് എന്താ? അടുത്തത് ആൽഡിഹൈഡ്സിനെ മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ആദ്യം എന്താ പഠിച്ചത്? റോസൻ റിഡക്ഷൻ. പിന്നെന്താ പഠിച്ചത്? സ്റ്റീഫൻ റിയാക്ഷൻ. പിന്നെന്താ പഠിച്ചത്?
എന്താ എറ്റാഡ് റിയാക്ഷൻ അത് രണ്ടാമതൊരു സ്പെഷ്യൽ റിയാക്ഷൻ കൂടെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ പഠിച്ചു. പിന്നെ അടുത്ത എന്താ, അടുത്ത നമ്മൾ ഇന്ന് പഠിച്ചു കീറ്റോണിന്റെ പ്രിപ്പറേഷൻ. കീറ്റോണിനെ ആദ്യം എന്തിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു? അതായത് നമ്മൾ ആദ്യം ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു, രണ്ടാമത് നൈട്രൈലിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു, പിന്നെ മൂന്നാമത് എന്താണ് ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ അരോമാറ്റിക് ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്നാണ് നമ്മൾ പ്രിപ്പയർ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഹെഡിങ്ങുകൾ നിങ്ങൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ റിയാക്ഷനിലേക്ക് എത്താൻ പറ്റും, സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ റിയാക്ഷൻ പഠിക്കുന്ന സമയത്ത്, കാണാതെ പഠിക്കുന്ന സമയത്ത്, ഇപ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ ഓഫ് ആൽഡിഹൈഡ് പഠിക്കുകയാണ്. അതിൽ ആദ്യത്തെ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണെങ്കിൽ, ആ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ അത് ഏതൊക്കെ ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്തു എന്നൊക്കെയുള്ള ഒരു മെയിൻ ഹെഡിങ് ഉണ്ടല്ലോ, അത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയും കൂടെ പഠിക്കുവാണെങ്കിൽ എപ്പോഴും അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓർത്ത് വെക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ രക്ഷയില്ല. കാണാതെ നിങ്ങൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളത് മറന്നു പോകും. 2 ദിവസം 48 മണിക്കൂർ മാത്രമാണ് അതിന്റെ ആയുസ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള ട്രിക്കുകളിലൂടെ മാത്രമേ കെമിസ്ട്രി നമുക്ക് എങ്ങനെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ നമുക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ആദ്യത്തേത്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ ആണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനകത്ത് ഓക്കെ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനകത്ത് നമ്മൾ ഓരോ ന്യൂക്ലിയോഫൈൽ ആരൊക്കെയുണ്ട്? നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് ഫോം ചെയ്യുന്ന എല്ലാ ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് ലവിംഗ് ആണ്. ന്യൂക്ലിയസ് ലവിംഗ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജിനെ ലവ് ചെയ്യുന്ന ആള്, അപ്പൊ അവന് നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. OH മൈനസ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. CN മൈനസ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. Cl മൈനസ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. Br മൈനസ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. I മൈനസ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. NO2 1 മൈനസ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. ഇനിയും അയോണിക് അല്ലാത്ത ന്യൂക്ലിയോഫൈലുകളുണ്ട്. അമോണിയ NH3, അതിന്റെ ലോൺ പെയറിന്റെ കാരണമാണ് അത് ന്യൂക്ലിയോഫൈൽ ആയത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അഡീഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേത്, ഒന്നാമത്തേത് എ എന്ന് എഴുതി കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ സയനൈഡ് HCN ഇൻ പ്രസൻസ് ഓഫ് എ ബേസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിന്റെ ജനറൽ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും. അത് ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും C ഡബിൾ ബോണ്ടോ. നമുക്കറിയാം ഇവിടെ ഒരു സ്ലൈറ്റ് നെഗറ്റീവും ഇവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും ഉണ്ട്. ഇതിനകത്ത് HCN-നകത്ത് ന്യൂക്ലിയോഫൈൽ CN മൈനസ്. അപ്പൊ CN മൈനസ് ഈ പോസിറ്റീവിൽ വരും, ഈ H പ്ലസ് CN മൈനസ് ആവുകയാണെങ്കിൽ H പ്ലസ് ആവുമല്ലോ, അത് നേരെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജന് വരും. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് തന്നെ ഇങ്ങനെയായിരിക്കും. അതായത് ഇതേലൊരു CN വരുന്നു, ഇതേല് കണ്ടോ OH വരുന്നു, കണ്ടോ ഇങ്ങനെയായിരിക്കും വരുന്നത്. ശരിയല്ലേ? കാരണം ഇതിലൊരു CN വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ ഡബിൾ ബോണ്ട് പൊട്ടിയല്ലേ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഒരെണ്ണം പൊട്ടിയിട്ട് ഈ CN ഇവിടുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ബാക്കി ഓയുമായിട്ടൊരു ബോണ്ട് ഉണ്ട്, അതിൽ H വന്ന് അറ്റാച്ച്. ഇങ്ങനെ ഇവനെ നമ്മൾ സയനോ ഹൈഡ്രൻ എന്നാണ് പറയുന്നത്. സയനോ ഹൈഡ്രൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ റിയാക്ഷൻസ്, ഇതിന്റെ മെയിൻ റിയാക്ഷൻസ് ആണ് നോക്കുന്നത്. നമ്മൾ കോമ്പൗണ്ട് വെച്ചിട്ട് ആൽഡിഹൈഡ് വെച്ചിട്ടുള്ളതും പറയാം, കീറ്റോൺ വെച്ചിട്ടുള്ളതും പറയാം. ഞാൻ കണ്ട് ഈ പാറ്റേണിലാണ് തരാൻ പോകുന്നത്. ഈ പാറ്റേണിലെ കണ്ടൻസ്ഡ് ഫോം ഞാൻ തരാം. അപ്പം ഈ പാറ്റേണിൽ തന്നു കഴിഞ്ഞാൽ എവിടെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്തു വെക്കാനായിട്ട് പറ്റും എന്നുള്ളതുകൊണ്ടാണ് സ്ട്രക്ചേർഡ് ആയിട്ടെല്ലാം തരുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഒറ്റ റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു 5 റിയാക്ഷനും സെയിം പാറ്റേൺ ആയിരിക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ എഴുതുന്നത്. ഞാനൊരു ആൽഡിഹൈഡ് എടുക്കാൻ പോകണം. ആൽഡിഹൈഡിനെ ഞാൻ വരയ്ക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. ഈ ഡബിൾ ബോണ്ടോ, ഇവിടെ H, ഇവിടെ ഒരു CH3 CH2. ശരിക്കും ഇതിനെ CH3 CH2 CH എന്ന് എഴുതിയാൽ മതി, പ്രൊപ്പനാൽ എന്ന് എഴുതിയാൽ മതി. പക്ഷെ നമ്മൾ പഠിച്ചത് എന്താ? നമ്മൾ പഠിച്ചത് എങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. HCN. ഓക്കെ, ഈ CN നേരെ ഇവിടെ വരും, CN നേരെ ഇവിടെ വരും, H നേരെ ഇവിടെ വരും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് പൊട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ അനക്കുക പോലും വേണ്ട. ഇവിടെ CH2 CH3 CH2 അനക്കുക വേണ്ട. ഇവിടെ H അനക്കണ്ട. പകരം ഇവിടെ ഒരു CN വരും, ഇവിടെ ഒരു OH വരും. കണ്ടോ? ഇവനെ നമ്മൾ സയനോ ഹൈഡ്രിൻ ഓഫ് പ്രൊപ്പനാൽ എന്ന് പറയും.
കാരണം ഇത് പ്രൊപ്പനാലാണ്. ഓക്കെ, ഇതിനെ കണ്ടൻസ്ഡ് ആക്കി എഴുതുവാണെങ്കിൽ എങ്ങനെ വരും എന്നറിയാമോ? ഇങ്ങനെ നോക്കിയോ, CH3 CH2 CHO പ്ലസ് HCl ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. CH3 CH2 CH CnOH കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഈ രീതി പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് ആക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടേക്ക് ആക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും, അല്ലെങ്കിൽ ഓർത്തു വെക്കാനൊക്കെ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിച്ചാലും അതിനെ ഒന്ന് എന്ത് ചെയ്യുക, ഇപ്പൊ ഇതൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇതിനെ വേണ്ടി ഈ രീതിയിലോട്ടൊന്ന് വരച്ചു നോക്കുക. HCN ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യുക ഇങ്ങനെയുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെഡിങ് പഠിക്കണമെന്ന് പറഞ്ഞത്. ഹെഡിങ് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും ഒരേ റിയാക്ഷൻ തന്നെയാണ് കേട്ടോ. ഇത് ഒരു ബേസിന്റെ പ്രസൻസിലാണ്, ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു കീറ്റോൺ എടുക്കുക. കീറ്റോൺ എടുക്കുകയാണെങ്കിൽ നോക്കിയോ, ഇങ്ങനെ ഒരു കീറ്റോൺ എടുക്കുക. CH3 C ഡബിൾ ബോണ്ടോ CH3, ഇതിനകത്ത് HCN ആഡ് ചെയ്യുക. എന്തായിരിക്കും സംഭവിക്കുന്നത്? HCN ആഡ് ചെയ്യണം. എന്താ, CN ഇവിടെ വരും, ഈ H നേണ്ട ഇവിടെ വരും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അനക്കണ്ട ബേസ്. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെ അനക്കണ്ട. CH3 ഇവിടെയും CH3, ഇവിടെ ഈ ബോണ്ട് ഒരെണ്ണം പൊട്ടിപ്പോവും. ആ ബോണ്ട് പൊട്ടുന്നിടത്താണ് പുതിയ CN ഫോം ചെയ്യുന്നത്. ബാക്കി ഒരു ബോണ്ട് ഉണ്ട്, അതിൽ O ഉണ്ട്, അതിൽ ഒരു H കൂടെ വന്നു വരും. ഇവനെ നമ്മൾ സയനോ ഹൈഡ്രിൻ ഓഫ് പ്രൊപ്പനാൽ എന്നായിരിക്കും പറയുന്നത്. പ്രൊപ്പനോൺ എന്നായിരിക്കും പറയുന്നത്. പ്രൊപ്പനോൺ. കാരണം ഇതെന്താ, ഇത് പ്രൊപ്പൻ 2 ഓൺ ആണത്. അപ്പൊ ഇവിടെയും പ്രൊപ്പൻ 2 ഓൺ തന്നെ, സയനോ ഹൈഡ്രിൻ ഓഫ് പ്രൊപ്പൻ 2 ഓൺ എന്ന് തന്നെ എഴുതണേ. പ്രൊപ്പൻ 2 ഓൺ. ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്ത് പോവാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് സൈനൈഡ് എന്ന് പറയുന്ന അയോണിനെ, CN അയോണിനെ അല്ലെങ്കിൽ നൈട്രിയൽ അയോണിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് ആൽഡിഹൈഡ്സിനകത്തോ കീറ്റോൺസിനകത്തോ ആഡ് ചെയ്തിട്ട് സൈനോഹൈഡ്രിൻ ഉണ്ടാകുന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇതിനകത്ത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് ആണ്. അഡീഷൻ ഓഫ് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ്. സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് ആണ്. സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ NaHSO3. അപ്പൊ ഇത് നമുക്ക് ആൽഡിഹൈഡിനകത്തോ കീറ്റോണിനകത്തോ ഒന്ന് ജനറലി ഒന്ന് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ജനറൽ ഫോം ഒന്നും തരുന്നില്ല, പകരം ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലോട്ട് കയറുകയാണ്. അതായത് നമ്മളൊരു ആൽഡിഹൈഡ് എടുക്കുന്നു. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് CH3 CH2, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, CH3 CH2 C ഡബിൾ ബോണ്ടോ H. ഇതിനകത്തോട്ട് ഞാൻ NaHSO3 ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് NaHSO3 ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോണം, ഈ Na നെ പോസിറ്റീവ് പാർട്ടായിട്ട് എടുക്കുക, HSO3 നെ നെഗറ്റീവ് പാർട്ട് എടുക്കുക. അത് അങ്ങനെ തന്നെയാണ്. അപ്പം ഉറപ്പായിട്ടും ഇത് സ്ലൈറ്റ് പോസിറ്റീവും സ്ലൈറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് ഇവിടെയും വരും, ഈ പോസിറ്റീവ് ഇവിടെയും വരും. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. അങ്ങനെ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഒരു കോമ്പൗണ്ട് ഉണ്ടാകുക. CH3 CH2 C, ഇവിടെ H അനക്കുക വേണ്ട, ഒരു ബോണ്ട് പൊട്ടി. ആ ബോണ്ടിന് പകരം ഇപ്പം അവിടെ HSO3 നമ്മൾ HSO3 എന്ന് എഴുതാൻ പാടില്ല, പകരം ഇങ്ങനെയാണ് എഴുതേണ്ടത്. SO3 ഞാൻ OSO2H എന്ന് വേണം എഴുതാൻ. അത് അതുപോലെ തന്നെ ഉള്ളൂ, HSO3 തന്നെ അതുപോലെ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു O കിടപ്പുണ്ട്, അതിൽ എന്ത് വരും? Na വരും. ഇവിടെ ഒരു കാര്യം നടക്കും കേട്ടോ. ഇവിടെ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കും. നമ്മൾ പറഞ്ഞായിരുന്നു സെയിം കോമ്പൗണ്ടിലുള്ള അല്ലെങ്കിൽ സെയിം കോമ്പൗണ്ടിൽ തന്നെ പ്രോട്ടോണെ ട്രാൻസ്ഫർ ചെയ്തതിന് ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ആ സെയിം സംഭവം തന്നെ ഇവിടെ നടക്കുന്നു. ഇവിടെ ഈ OSO2 ഇവിടെ ഒരു H ഉണ്ട്. ഇത് വേണേൽ പ്രോട്ടോൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, H+ ആക്കാനായിട്ട് പറ്റും. ട്രാൻസ്ഫർ നടത്തും. ഇത് നേരെ ഇവിടെ വരികയും ഈ Na നേരെ ഇവിടെ വരികയും ചെയ്യും.
അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ എന്താ ഇവന് ഇങ്ങനെ ഉണ്ടാവും CH3 CH2, അതിനെ അനക്ക് വേണ്ട, ഇവിടെ C, ഇവിടെ H, ഇവിടെ O, ഇവിടെ H വരുന്നു, ഇവിടെ നോക്കിയേ ഇവിടെ OSO2 Na എന്ന് വരും. കണ്ടോ, ഇതിന് പേരില്ല, പക്ഷെ ബൈസൾഫൈറ്റ് അഡീഷൻ കോമ്പൗണ്ട് ഓഫ് ആരാ, നമ്മൾ ആദ്യത്തെ കോമ്പൗണ്ട് പ്രൊപ്പനാൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവനെ നമ്മൾ ബൈസൾഫൈറ്റ് അഡീഷൻ കോമ്പൗണ്ട് ഓഫ് ആരാ, നമ്മൾ ആദ്യം ഏതായിരുന്നു, പ്രൊപ്പനാൽ. കണ്ടോ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓർത്തോൺ ഇവിടെ പ്രോട്ടോൺ ട്രാൻസ്ഫർ ആണെന്നൊക്കെ അറിയത്തില്ലെങ്കിൽ എഴുതി വെച്ചേക്കണം. പ്രോട്ടോൺ ട്രാൻസ്ഫർ നടത്തി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആരോ എന്തോ ചോദിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നു, പക്ഷെ ഒന്നും ക്ലിയർ ആവുന്നില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, മൂന്നാമത്തേത്, അതായത് മൂന്നാമത്തെ നമ്മുടെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തേത്. അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ബൈസൾഫൈറ്റ് അഡീഷൻ കോമ്പൗണ്ട് വാട്ടറിൽ സോലുബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ വാട്ടറിൽ സോലുബിൾ ആക്കി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഇവരെ ഏത് ആൽഡിഹൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ കീറ്റോണിൽ നിന്നാണോ ഉണ്ടായത് അതിലേക്ക് തന്നെ തിരിച്ചാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. എഴുതൊന്നും വേണ്ട, എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി മൂന്നാമത്തേത് അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഒരേ പാറ്റേണിൽ തന്നെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് പല പല പാറ്റേണിലായിരിക്കും സ്കൂളിലൊക്കെ തന്നിരിക്കുന്നത്. ഞാൻ ഈ പാറ്റേണിൽ തന്നെ പോവാണ്. അപ്പൊ അത് വീണ്ടും നമ്മൾ നേരത്തെ പ്രൊപ്പനാൽ തന്നെ എടുക്കുന്നു. CH3 CH2 C ഡബിൾ ബോണ്ട് ഓ H. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഗ്രിഗ്നാർഡ് റിയേജന്റ്, ഞാൻ ഒരു ആൽക്കൈൽ മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് എടുക്കുകയാണ്. CH3 MgCl. ഞാൻ പറഞ്ഞു ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ എപ്പോഴും ഈ MgCl ഭാഗം പോസിറ്റീവും CH3 എന്ന് പറയുന്ന ഭാഗം നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്കറിയാം ഇത് സ്ലൈറ്റ് നെഗറ്റീവും ഇത് സ്ലൈറ്റ് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ MgCl വരുന്ന ഈ CH3 നേരെ വരുന്നത് ഇവിടെയും MgCl നേരെ വരുന്നത് ഇവിടെയും ആയിരിക്കും. ശരിയല്ലേ? കാരണം MgCl പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനെ വരുള്ളൂ. അപ്പം ആദ്യത്തെ ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. CH3 CH2, ഇവിടെ ഒരു C, ഇവിടെ ഒരു H. എന്തായാലും ഈ ബോണ്ട് പൊട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ ഇല്ലേ, പുതിയ ആളിനെ ആഡ് ചെയ്യണമെങ്കിൽ. ഈ ബോണ്ട് പൊട്ടണം. അപ്പൊ അവിടെ എന്തായാലും ഒരു CH3 വരും. CH3 വരും. വീണ്ടും എന്താണ് ഇവിടെ ഒരു ഓൾറെഡി ഒരു O കിടപ്പുണ്ട്, അവിടെ എന്ത് ചെയ്യും, MgCl കൂടെ വരും. നമുക്ക് ഇതെല്ലാം പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് ഇവിടെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ഇനി ഹൈഡ്രോളിസിസ് ചെയ്യാം. ജസ്റ്റ് H2 ആഡ് ചെയ്യാണ്. H2 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ, നമ്മുടെ H2കകത്ത് H ഉണ്ട്, അതേപോലെ തന്നെ OH ഉണ്ട്. ഈ H വന്നിട്ട് നേരെ ഈ ഓക്സിജന്റെ അടുത്ത് വന്ന് ചേരും. അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ആ പ്രൊഡക്റ്റ് ഉണ്ടാകുക. നോക്കിയോ, CH3 CH2 CH, ഇവിടെ OH, ഇവിടെ H വന്ന് ചേരും, ഇവിടെ H വന്ന് ചേരും. പിന്നെ ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ നോക്കിയോ, ഇവിടെ CH പ്ലസ് ഇനി ഇവിടുന്ന് പോയ OH ഉണ്ടല്ലോ, ഇവിടുന്ന് പോയ MgCl ഉണ്ടല്ലോ, ആ MgClന്റെ ഇടയ്ക്ക് ആര് വന്ന് ചേരും, മറ്റേ H2വിനകത്ത് OH വന്ന് ചേരും.
ഇവനിപ്പോ ഒരു ആൽക്കഹോൾ ആയിട്ട് മാറി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പം ഇത് ഓർത്തോണം, ഇത് നിങ്ങൾ തന്നെ ഇങ്ങനെ എഴുതുന്നതിന് തുല്യമാണ്. CH3 CH2 CH CH3 OH കണ്ടോ, ഇങ്ങനെ എഴുതുന്നതിന് തുല്യമാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇവന്റെ പേര് എന്താണ്? ബ്യൂട്ടൻ ടൂവോൾ ആണ് ഇല്ലേ? അപ്പൊ പേര് വേണേൽ എഴുതിയിട്ടേക്കണം. അതായത് ഇത് നമ്മൾ പ്രൊപ്പനാലാണ്, ഇത് പ്രൊപ്പനാലാണ്, ഇത് പ്രൊപ്പനാലാണ്. ഇവൻ വന്നപ്പോഴത്തേക്കും ബ്യൂട്ടൻ, ഇവിടെ വന്നപ്പോഴത്തേക്കും ബ്യൂട്ടനോൾ ആയിട്ട് മാറി. ബ്യൂട്ടൻ ടൂവോൾ ആണ്, സ്പെസിഫിക്കലി ബ്യൂട്ടൻ ടൂവോൾ, ബ്യൂട്ടൻ ടൂവോൾ ആയിട്ട്. നാലാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ആൽക്കഹോൾ ആണ്. അതായത് നമ്മൾ ഈ ആൽഡിഹൈഡ്സിനകത്തോ കീറ്റോൺസിനകത്തോ നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അഡീഷൻ ഓഫ് ആൽക്കഹോൾ, അപ്പൊ നമുക്ക് ഒരു ആൽഡിഹൈഡ് എടുത്ത് നോക്കാം. ആൽഡിഹൈഡിനകത്തോട്ട് ഞാൻ ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നമുക്ക് നോക്കാം, സെയിം പാറ്റേണിൽ തന്നെ എഴുതി നോക്കാം. നമ്മളൊരു ആൽഡിഹൈഡ് എടുക്കുന്നു. ആൽഡിഹൈഡ് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ എടുത്ത ആൽഡിഹൈഡ് തന്നെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ അതിൽ കുറഞ്ഞ, നമ്മൾ പ്രൊപ്പനാൽ അല്ലേ ഇത്ര നേരം എടുത്തത്, നമുക്ക് വേണമെങ്കിൽ എഥനാൽ എടുക്കാം. അപ്പം C ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു H, ഇതാണല്ലോ എഥനാൽ എന്ന് പറയുന്നത്. ഇതിനകത്തോട്ട് ഞാൻ മെഥനോളിനെ ആഡ് ചെയ്യുകയാണ്, CH3OH നെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഇവര് ബ്രേക്ക് ആവുമ്പോൾ ഉണ്ടല്ലോ, ഇവര് ബ്രേക്ക് ആവുമ്പോൾ തന്നെ ഇങ്ങനെയാണ്, ഈ തവണ ഇവര് ബ്രേക്ക് ആവുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു സ്ലൈറ്റ് നെഗറ്റീവ് സ്ലൈറ്റ് പോസിറ്റീവ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഓക്സിജനിലോട്ട് പോകുന്നത് ഈ പ്ലസ് ആയിരിക്കും, ഇത് പ്ലസും ഇത് മൈനസ് പാർട്ടും ആണ്. അതായത് ഓക്സിജൻ സെപ്പറേറ്റ് അല്ല, ഹൈഡ്രജൻ വിട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പ്രോട്ടോൺ ആയിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പം ഈ CH3O എന്ന് പറയുന്ന ഭാഗം നെഗറ്റീവ് പാർട്ടുമായിട്ട് മാറും. അപ്പൊ ഈ ഹൈഡ്രജൻ നേരെ പോയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനിലും CH3O എന്ന് പറയുന്ന ആള്, മെത്തോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആള് ഇതിൽ വന്നായിരിക്കും ചേരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കറിയാം ഈ ബോണ്ട് പൊട്ടിയാലേ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലേ? ആ ബോണ്ടിനെ പൊട്ടിച്ചു, നോക്കിയോ, ഇവിടുത്തെ ആൾക്കാരെ അനക്കുക വേണ്ട, CH3 അതേപോലെ തന്നെ എഴുതി, H ഉം അതേപോലെ തന്നെ എഴുതി. എന്നിട്ട് നമുക്കറിയാം ഇവിടെ നിന്ന് വരുന്ന OCH3 തന്നെ ഇവിടെ വന്ന് അങ്ങ് ചേർന്നു. പിന്നെ ഇവിടെ ഒരു O കിടപ്പുണ്ടായിരുന്നു, അതിൽ H വന്ന് ചേർന്നു. കണ്ടോ? ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ഹെമി അസറ്റൽ എന്ന് വിളിക്കും. ഹെമി അസറ്റൽ, ഹെമി അസറ്റൽ എന്ന് വിളിക്കും. ഇനി ഉണ്ടല്ലോ, എനിക്ക് ഇവനെ കംപ്ലീറ്റ്ലി, ഇതിപ്പോ പകുതി അസറ്റൽ, OCH3 ഒരു ഭാഗത്ത് മാത്രമല്ല അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, എനിക്ക് രണ്ട് OCH3 മുകളിലും താഴെ OCH3 വേണമെങ്കിൽ വീണ്ടും ഇത് സെയിം റിയാക്ഷൻ നടത്തണം. അതായത് ഒരു മോളിക്കൂൾ എന്താണ് CH3OHുമായിട്ടുകൂടെ ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻ പ്രസൻസ് ഓഫ് HCl ആണ്, HCl, ഇവിടെയും ഇൻ പ്രസൻസ് ഓഫ് HCl ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ സംഭവിക്കുന്ന ഒന്നുമില്ല. ഇവനെയും കൂടെ മാറ്റിയിട്ട് അവിടെ, അല്ലെങ്കിൽ ഇവനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട്, അതായത് OHനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ആര് വരും? ഈ OCH3 അവിടെ വരും. ഈ OH നേരെ ഈ H ആയിട്ട് പോയിട്ട് വാട്ടർ ഫോം ചെയ്യും. ഓക്കെ, അപ്പം അത് നോക്കിക്കോണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് തന്നെ ഇങ്ങനെയാണ്. CH3 അനക്കണ്ട, Hനെയും അനക്കണ്ട, ഇവിടെ ഒരു OCH3 വരുന്നു, ഇവിടെ ഓൾറെഡി ഒരു OCH3 ഉണ്ട്. ഇത് ഹെമി അസറ്റൽ, അതായത് പകുതിയേ ഉള്ളായിരുന്നു OCH3, ഇത് കംപ്ലീറ്റ്ലി ആയി. അതുകൊണ്ട് അവരെ നമ്മൾ അസറ്റൽ എന്ന് വിളിക്കും. അസറ്റൽ. ഇവനെ നിങ്ങൾ അല്ലാതെ കണ്ടൻസ്ഡ് ഫോമിൽ എഴുതുവാണെങ്കിൽ CH3 CH, ഇതേലൊരു OCH3 വരുന്നു, ഇതേ തന്നെ ഒരു OCH3 വരുന്നു, അതുകൊണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടൻസ്ഡ്. ഇനി നോക്കിക്കോളൂ, നമുക്ക് ഇതിന്റെ തന്നെ ആൽക്കഹോളിനെ തന്നെ നമ്മളിപ്പം പ്യുവർലി ഒരു എന്താണ്
എന്താണ് CH3OH, അതായത് മെഥനോൾ, നമുക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ ആഡ് ചെയ്തത്. ഇനി നമ്മൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ ഈ ആൽഡിഹൈഡിനകത്തോട്ടോ അല്ലെങ്കിൽ കീറ്റോണിനകത്തോട്ടോ എഥിലിൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അപ്പം അതും കൂടെ ഒന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അത് പക്ഷെ ഞാൻ ആൽഡിഹൈഡിനകത്തല്ല ആഡ് ചെയ്യുന്നത്, കീറ്റോണിനകത്താണ് അത് ആഡ് ചെയ്യുന്നത്. ഇതിന്റെ തന്നെ രണ്ടാമത്തെ റിയാക്ഷൻ ആണ്, അതായത് ഈ ആൽക്കഹോളിനകത്ത് തന്നെ വരുന്ന രണ്ടാമത്തെ റിയാക്ഷൻ. ഞാനൊരു കീറ്റോൺ എടുക്കും, CH3 C ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു CH3. ഓക്കെ, ഇതിനകത്തോട്ട് എഥിലിൻ ഗ്ലൈക്കോൾ. എഥിലിൻ ഗ്ലൈക്കോളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? CH2OH, ഇവിടെയും CH2OH. ഇവനെയാണ് നമ്മൾ എഥിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. എഥിലിൻ ഗ്ലൈക്കോൾ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഇവിടെ ഒന്നും ഈ ഡബിൾ ബോണ്ട് ഓ അങ്ങ് പൊട്ടും. ഡബിൾ ബോണ്ട് ഓ അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ട് ബോണ്ട് വന്നേ വരത്തുള്ളൂ. അപ്പൊ ഇവിടത്തെ CH3 ഈ റിയാക്ഷൻ ഞാൻ പറയുന്ന പോലെ തന്നെ പഠിക്കണം കേട്ടോ, അതല്ലേ പറ്റത്തില്ല. ഈ ഡബിൾ ബോണ്ട് ഓ പൊട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓക്സിജനെ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജൻ, ഇവര് രണ്ടുപേരും ഒന്നുണ്ട്, ഈ രണ്ട് ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് ആ ഓക്സിജനെ കൊണ്ടുപോയിട്ട് വാട്ടർ അങ്ങോട്ട് ഫോം ചെയ്യും കേട്ടോ, H2O. അപ്പൊ ബാക്കി ഇവിടെ ഇത്രയും മോളിക്കൂൾ മാത്രമേ ഉള്ളൂ, അല്ലേ? മാത്രമല്ല ഇവിടെ ഈ ഓക്സിജൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ബോണ്ട് പോകും, ഈ രണ്ട് ബോണ്ട് വിടരും എന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. നോക്കിക്കോളൂ. ആ രണ്ട് ബോണ്ട്, ഡബിൾ ബോണ്ട് അങ്ങ് പോയപ്പോഴത്തേക്കും അത് രണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. ഇവനെ കൊണ്ട് ഈ എച്ചും പോയി, ഈ എച്ചും പോയി. ഇവനെ നേരെ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവനെ ഇവിടുന്ന് ചെവിക്ക് പിടിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഓക്കെ, അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവൻ നേരെ പോയിട്ട് OCH2 ബോണ്ട് കണ്ടോ, ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. അതായത് തിരിക്കുക, അതായത് ഇത് നേരെ ഫ്ലിപ്പ് ചെയ്തു എന്നർത്ഥം. അതായത് ഫ്ലിപ്പ് ചെയ്തു അർത്ഥമല്ല, ഫ്ലിപ്പ് ചെയ്തു എന്ന് ഓർക്കുക, ട്രിക്ക് അതേ ഉള്ളൂ. അല്ലാതെ അതായത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ എന്താ റൗണ്ട് അടിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ രണ്ട് ബോണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു, അതിലോട്ട് പോയി ചേർന്നു എന്ന് ഓർത്തു വെക്കുക. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവന്റെ പേര്, ഇത് ആൽഡിഹൈഡിനകത്തോട്ട് ആൽക്കഹോളിനെ ആഡ് ചെയ്തപ്പം അസെറ്റാലും ഹെമി അസെറ്റാലും ഉണ്ടായ പോലെ കീറ്റോണിനകത്ത് ആൽക്കഹോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീറ്റാൽ ആണ് ഉണ്ടാകുന്നത്. കീറ്റാൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്, മിക്കവാറും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, പഠിച്ചു. നമ്മൾ ഈ 4 ആദ്യത്തേനെ നമ്മൾ A എന്നാന്ന് തോന്നുന്നല്ലേ എടുത്തത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ABCD എന്ന് എഴുതിയാൽ മതി, 4 എന്ന് എഴുതുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെയിൻ ഹെഡിങ്ങിനെ നമ്മൾ 1 എന്ന് എഴുതി. അപ്പം അഡീഷൻ ഓഫ് HCN A എന്നാക്കുക. അതേപോലെ ബൈസൾഫേറ്റിന്റെ നമ്മൾ B എന്നാക്കുക. ബൈസൾഫേറ്റിനെ നമ്മൾ B എന്നാക്കുക. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റിനെ C എന്നാക്കുക. അത് കഴിഞ്ഞ് വരുന്ന അഡീഷൻ ഓഫ് ആൽക്കഹോളിനെ E എന്നാക്കുക. B എന്നാക്കുക. അത് കഴിഞ്ഞ് ഇനിയും പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതിനകത്തെ റിയാക്ഷൻ ആണ്. ഒറ്റ റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 22 റിയാക്ഷൻ ഉണ്ട്. അടുത്ത 22 റിയാക്ഷനും ഒറ്റ കൊലയ്ക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം ഒറ്റ ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാം സെയിം പാറ്റേൺ തന്നെ. ഇപ്പോഴും ഇവിടെ ഞാൻ സെയിം പാറ്റേണിൽ തന്നെയാണ് എല്ലാം പഠിപ്പിക്കാൻ ശ്രമിച്ചത്, അതേപോലെ തന്നെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു റിയാക്ഷൻ പഠിച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാം അതേ പാറ്റേണിലായിരുന്നു, പഠിക്കാൻ എളുപ്പം. അതേപോലെ തന്നെ വരുന്ന സാധനമാണ് നമ്മുടെ അടുത്ത റിയാക്ഷൻ സെറ്റ്. അതൊരു 10-22 റിയാക്ഷൻ അടുപ്പിച്ച് വരുന്നുണ്ട്. 22 എണ്ണം ഇല്ലെന്ന് തോന്നുന്നു, പഠിക്കാനില്ലെന്ന് തോന്നുന്നു. എല്ലാം കൊണ്ട് നന്നായിട്ട് നോക്കട്ടെ. ഒരു 10-15 എണ്ണം ഉണ്ട് അതിനകത്ത്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അടുത്തത് ABCD E എന്നിടുക. E എന്നിടുക. E എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ആണ്. അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്.
അതിനകത്ത് ആദ്യം മനസ്സിലാക്കിക്കോണം, അമോണിയനെ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്, NH3 ആണല്ലോ. എന്നാൽ ഞാൻ ഇച്ചിരി വെറൈറ്റിക്ക് നമ്മൾ അമോണിയ ഏതാണ്ട് ഇനി മുതൽ തന്നെ ഇങ്ങനെ എഴുതാൻ പോകുന്നത് NH2H എന്ന് എഴുതാൻ പോകും. ഓക്കെ ആണല്ലോ, അത് ഇങ്ങനെ എഴുതാലോ, പ്രശ്നമില്ല. കാരണം അമോണിയെ ജനറലി NH എന്ന് എഴുതിയിട്ട് ഇവിടെ ലോൺ പെയർ ഇടുന്നതാണ് അമോണിയ. ഇതിനെയാണ് നമ്മൾ NH3 എന്നാക്കുന്നത്. അതിനെ ഞാനിപ്പം എൻ്റെ ഒരു സൗകര്യാർത്ഥം ഞാൻ NH2H എന്ന് ആക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇതിപ്പോ അമോണിയ, എന്നാൽ ഈ H മാറ്റി വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരാളിനെ കൊണ്ടുവരാം. H മാറ്റി വേണമെങ്കിൽ നമുക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവരാം. അപ്പൊ NH2CH3 എന്നാണ്. ഇനി ഇത് എഴുതല്ലേ, ഞാൻ പറയുന്നത് മാത്രമേ എഴുതാവുള്ളൂ. NH2CH3 എന്നാക്കാം. ഇനി വേണമെങ്കിൽ ആ H മാറ്റിയിട്ട് വേണമെങ്കിൽ അവിടെ ആൽക്കഹോൾ ആക്കാം. ഇനി വേണമെങ്കിൽ ആ H മാറ്റിയിട്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് NH2 ആക്കാം. ഇനി വേണമെങ്കിൽ ആ NH2ന്റെ ഒരു Hനെ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രസീൻ, ഫീനൈൽ ഹൈഡ്രസീൻ എന്ന് പറയുന്ന ഈ ബെൻസീൻ റിങ്ങില് NH വരുന്നൊരു കോമ്പൗണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഈ അമോണിയയുടെ ഇത് അമോണിയ ആണെങ്കിൽ ഇതെല്ലാം അമോണിയയുടെ ഡെറിവേറ്റീവ്സ്. അപ്പൊ ആദ്യം ഞാൻ അമോണിയ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ പഠിപ്പിക്കാൻ പോവാണ്. എന്താ, ആൽഡിഹൈഡിനകത്തും കീറ്റോണിനകത്തും അമോണിയ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും. രണ്ടാമത്തേത്, ഓരോ റിയാക്ഷനകത്ത് അമോണിയയുടെ ഡെറിവേറ്റീവ്, അതായത് അമോണിയയുടെ Hനെ മാറ്റിയിട്ട് CH3 വന്നു കഴിഞ്ഞാൽ ആ ആളിനെ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും. അമോണിയയുടെ Hനെ മാറ്റിയിട്ട് OH വന്നു കഴിഞ്ഞാൽ ആ ആളിനെ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ടും നിങ്ങൾ പഠിക്കുക, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3 സ്റ്റാർ വേണേ കൊടുത്തു. ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 15 റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു റിയാക്ഷനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്നിരുന്നാലും അപ്പൊ നമുക്ക് നോക്കിയോ, ഇതിനെ ഇത്രയും രീതിയിൽ എഴുതണേ. ഈ NH3 ഇങ്ങനെ വരയ്ക്കുക, അത് NH3നെ ഒരു ഇംപ്ലൈസ് കാണിച്ചിട്ട് NH3 ഇങ്ങനെ എഴുതുക. വീണ്ടും NH3നെ നമുക്ക് ഇങ്ങനെ എഴുതുക. ഇനി വേറൊരു കാര്യം കൂടെ എഴുതാം, NH2 എന്ന് എഴുതിയിട്ട് ഈ H മാറ്റിയിട്ട് Z എന്നാക്കാം. അപ്പം Z എന്ത് വേണേ ആവാം. അപ്പം Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z ക്യാൻ ബി CH3 ആവാം, OH ആകാം, NH2 ആവാം, ഇങ്ങനെ, അതായത് ഫീനൈൽ ഹൈഡ്രസീൻ ഇങ്ങനെ ആകാം, ഇതാവാം, അല്ലാന്നുണ്ടെങ്കിൽ 2,4-ഡൈനൈട്രോ ഫീനൈൽ ഹൈഡ്രസീൻ ആവാം, അതായത് ഇങ്ങനെയാവാം, ഇങ്ങനെയുള്ളതാവാം. ഇവിടെ ഒരു NO2, ഇവിടെ ഒരു NO2. അപ്പം ഈ Z ഇത്ര ആൾ, ഈ ആൾക്കാരെല്ലാം ആഡ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ 1ഉം 2ഉം വെച്ച് പഠിക്കാനായിട്ട് പോവാണ്. ബാക്കി 2-3 എണ്ണം കൂടെ ഉണ്ട്, തൽക്കാലം ഇത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് ആര് വേണേ ആവാം, എക്സെട്ര നമ്മൾ കൊടുത്തേര്. വേറെ 2-3 പേരുകളുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം അമോണിയ ആഡ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ കാണിക്കാം, എന്നിട്ട് ബാക്കി ഓരോരുത്തർ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ അതേ പാറ്റേണിൽ പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം എഴുതിക്കോളൂ. ഒന്നാമത്തേത് അമോണിയ തന്നെയാണ്. അപ്പൊ ZH തന്നെയാണ്. ഈ ഒന്നെന്ന് എഴുതിയിട്ട് if Z is H, if Z is H, that is ammonia itself. ammonia itself. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഒരു ആൽഡിഹൈഡ് എടുക്കുന്നു. CH3 ഈ സെയിം പാറ്റേണിൽ തന്നെ വരയ്ക്കുകയാണ്. C ഡബിൾ ബോണ്ടോ H. ഇതിനകത്തോട്ട് ഞാൻ അമോണിയ എഴുതുന്നു. പക്ഷെ NH3 എന്നല്ല ഞാൻ എഴുതാൻ പോകുന്നത്, പകരം NH2H എന്ന് എഴുതാൻ പോകുന്നത്. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ എഴുതാം, അതായത് NH2 എന്ന് ഞാൻ ഇങ്ങനെ എഴുതുവാണേ, കുഴപ്പമില്ലല്ലോ. NH2H എന്ന് വരെ H2 ഇപ്പുറത്തോട്ട് ഇട്ടു, അങ്ങനെ എഴുതുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? H2 ഡബിൾ ബോണ്ട്. ഓക്കെ, അടുത്ത ഇതിൽ നോക്കിക്കോളൂ. ഞാൻ പറയുന്ന പോലെ തന്നെ പഠിച്ചു വെക്കണം, ഞാൻ പറയുന്ന പോലെ തന്നെ ഓർത്ത് വെക്കണം. നോക്കിക്കോളൂ, ഇത് പൊട്ടിയിട്ട് അതുപോലെ ഇതും പൊട്ടിയിട്ട് ഈ H നേരെ എവിടെ പോകുന്ന അറിയാമോ? ഇതിൻ്റെ കൂടെ പോകും. ഈ N നേരെ എവിടെ വരും എന്നറിയാമോ? ഇവിടെ വരും. ഓക്കെ, അപ്പൊ അടുത്ത കോമ്പൗണ്ട് നേരത്തെ പോലെ തന്നെയാണ്. നോക്കിക്കോളൂ, CH3, C, ഇവിടെ ഒരു H, ഈ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് 2 എണ്ണമായിട്ട് മാറി. അതിൽ ഒരെണ്ണം OA, H വന്നു. അതേല് പിന്നെ ഇത് NH2 എന്നല്ല എഴുതുന്നത്, പകരം NHH എന്നായിരിക്കും എഴുതുന്നത്. NH2 എന്ന് പറയുമ്പോൾ NHH എന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ?
എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ്. ശ്രദ്ധിച്ചോണം, എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ്. അപ്പൊ നോക്കിയോ, വാട്ടർ എങ്ങനെ എലിമിനേറ്റ് ആവുന്നതെന്ന് അറിയാമോ? ഇവിടുന്ന് ഒരു OH ഇവിടുന്ന് ഒരു H-മായിട്ടാണ് റിമൂവ് ആവുന്നത്. അപ്പൊ നോക്കിയോ, അങ്ങനെ റിമൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് OH അവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഡബിൾ ബോണ്ട് വന്നേലേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പം ഇവിടെ ഒരു CH3 അനക്കണ്ട, ഇവിടെ ഒരു C അനക്കണ്ട, ഇവിടെ ഒരു H അനക്കാതെ വെക്കുക. ബാക്കി ഈ OH പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കാർബൺ ചുറ്റും 4 ബോണ്ട് വന്നേ പറ്റത്തുള്ളൂ. ഇവിടെ NH എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് താനും. അപ്പൊ അതെന്ത് ചെയ്യും? ഡബിൾ ബോണ്ട് NH. ഓക്കെ, പ്ലസ് എന്താ, അവിടുന്ന് പോയ വാട്ടറിനെ കാണിക്കുക. ഫസ്റ്റ് റിയാക്ഷൻ ഈ കോമ്പൗണ്ടിനെ പറയുന്ന പേര് ഇമീൻ എന്നാണ് പറയുന്നത്. ഇമീൻ, IMINE. നമ്മൾ എവിടോ ഇമീൻ എന്ന് പഠിച്ചായിരുന്നു, എവിടെയാണ് ഞാൻ ഓർക്കുന്നില്ല, എവിടെയോ പഠിച്ചായിരുന്നു. അപ്പം C ഡബിൾ ബോണ്ടോടെ O മാറ്റിയിട്ട് അവിടെ NH വന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടുകളെ പറയുന്ന പേര് ഇമീൻസ് എന്നാണ്. ഓക്കെ, ഈ സെയിം പാറ്റേണിൽ തന്നെ അടുത്ത ഒരു 10-12 റിയാക്ഷൻ, 10-12 മതി, എത്ര റിയാക്ഷൻ സെയിം പാറ്റേൺ തന്നെയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ചെറുതാക്കാം. രണ്ടാമത്തേത് ഈ Z ഈസ്, ചോദ്യം ഇങ്ങനെയാണ്, ഈ Z ഈസ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആ Z എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് വേണം CH3 എടുക്കാം. നോക്കിയോളൂ, സെയിം പാറ്റേൺ തന്നെ, സെയിം കോമ്പൗണ്ടിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. അതായത് വേറെ വേറെ കോമ്പൗണ്ട് ആക്കാം കേട്ടോ, ഞാൻ ഇത് തന്നെ വെച്ച് വരയ്ക്കുകയാണ്. അതായത് C ഡബിൾ ബോണ്ടോ, ഇതേല് ഒരു CH3, ഇതേല് ഒരു H, വീണ്ടും ഞാൻ എതനാൽ തന്നെ എടുക്കുകയാണ്. ഇനി അടുത്തത് ഞാൻ ആ NH2നെ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ ആ H-ന് പകരം, അതായത് H-ന് പകരം Z ആയിരുന്നു, Z-ന് പകരം നമ്മൾ എന്ത് ചെയ്തു? CH3 എടുത്തു. നേരത്തെ എന്താ സംഭവിച്ചത്? അത് തന്നെ ഇവിടെ സംഭവിക്കും. എന്താ, നമുക്കറിയാം NH2, ഇത് CH3നെ നമ്മൾ എന്തായിട്ട് എടുക്കുക? CH3നെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. കാരണം ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് പാർട്ടായിട്ട് മാറും, ഇത് നെഗറ്റീവ് പാർട്ടായിട്ട് മാറും. അപ്പം ഇത് നേരെ എവിടെ പോകും? ഈ ഓക്സിജനിൽ പോകും. ഈ NH2 നേരെ എവിടെ വരും? ഈ കാർബണിൽ വരും. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഇതാണ്. CH3, C, ഇവിടെ H, ഈ ഡബിൾ ബോണ്ട് പൊട്ടും അല്ലേ? ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് അവിടെ എന്താ, അവിടെ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ ആ സിംഗിൾ ബോണ്ടിൽ O കിടപ്പുണ്ട്, ആ Oയിൽ ഒരു CH3 വന്ന് ചേരും. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇതിനകത്ത് ഒരു കാര്യം, ഒരു ചെറിയൊരു കാര്യം വ്യത്യാസമുണ്ട്. അതൊന്ന് കാരണം അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ ഈ റിയാക്ഷൻ പോലും അങ്ങോട്ടുള്ളത് മനസ്സിലാകത്തില്ലേ. ഇവിടെ ഞാൻ അതിൻ്റെ ഇതുണ്ടോ, ഈ ആരോ മാറ്റാണ്. ഇവിടെ നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം, ഈ മോളിലും അതുപോലെ തന്നെയാണ്. മോളിലും ഈ H അല്ല ഇങ്ങോട്ടേക്ക് പോയത്, പകരം ഈ NH2-നകത്തെ ഒരു H ആണ് ഇങ്ങോട്ടേക്ക് പോയത്. ബാക്കി അതുകൊണ്ടാണ് NHH എന്ന് വന്നത്. അപ്പം ഇതിനകത്തെ ഒരു ഹൈഡ്രജൻ ആണ് ഇങ്ങോട്ടേക്ക് പോയത്. പിന്നെ ഈ നൈട്രജൻ ആയിട്ട് വന്ന് ഇവിടെ പോയി പറ്റി പിടിക്കുകയായിരുന്നേ. അങ്ങനെ ചിന്തിക്കണം. കാരണം ഇവിടെയുള്ള ഗ്രൂപ്പ് ഇവിടെ പോയി പറ്റി പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ പറ്റി പിടിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത റിയാക്ഷനകത്ത് അങ്ങനെയല്ല വരുന്നത്. അപ്പൊ ജനറലി നിങ്ങൾ എന്താ, ആ NH2-നകത്ത് കിടക്കുന്ന ഒരു H പോയിട്ട് ഓക്സിജനിൽ പോയി ചേരുന്ന കാര്യം ഓർത്താൽ മതി. എല്ലാത്തിനകത്തും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അത് അങ്ങനെ ഓർക്കുക. അപ്പൊ നോക്കിയേ,
അപ്പൊ ഇവിടെ ഈ NH2-നകത്ത് കിടക്കുന്ന ഒരു H ആണ് ഈ ഓക്സിജനുമായിട്ട് പോയി ചേരുന്നത്. ഇതിനകത്ത് ഒരു H ഓക്സിജനുമായിട്ട് പോയി ചേർന്നു. ബാക്കി ഈ N ഇതേപോലെ തന്നെ വന്ന് ഇതുമായിട്ട് വന്ന് ചേർന്നു. ഇങ്ങനെയാണ് എല്ലാ റിയാക്ഷനും ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ മാത്രം മാറ്റി ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ CH3, ഇവിടെ C, ഇവിടെ H, ആ ഡബിൾ ബോണ്ട് പൊട്ടി. ആ ഡബിൾ ബോണ്ട് പൊട്ടിയാൽ നോക്കിയോ, ഇവിടെ ഒരു O വരും. ആ NH2-നകത്തെ ഒരു H വന്ന് ഇവിടെ വന്ന് ചേർന്നു. ഓക്കെ. പിന്നെ ആ ഡബിൾ ബോണ്ട് പൊട്ടിയുണ്ട് അതേലോട്ട് നൈട്രജൻ ആണ് ചേരുന്നത്. നൈട്രജന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? നൈട്രജന്റെ കൂടെ ഒരു H അവിടെ പോയി പറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നൈട്രജന്റെ കൂടെ ഒരു H ഉണ്ട്, പിന്നെ ഒരു CH3 കിടപ്പുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ്. അടുത്ത സ്റ്റെപ്പിൽ എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ്. അപ്പൊ ഏത് എങ്ങനെയാ പോകുന്നത്? കണ്ടോ, ഇങ്ങനെയായിരിക്കും നഷ്ടപ്പെട്ടു. എലിമിനേഷൻ ഓഫ് വാട്ടർ. അപ്പൊ നോക്കിയോ, എലിമിനേഷൻ ഓഫ് വാട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇവിടത്തെ ആരെ അനക്കണ്ട CH3CH. ഇവിടെ നോക്കിയോ, OH പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡബിൾ ബോണ്ട് വന്നേ പറ്റത്തുള്ളൂ. അപ്പം NCH3 എന്ന് വരുന്നു. NCH3. ഈ NCH3 എന്ന് വരുവാണെങ്കിൽ നമ്മൾ അവനെ ഒരു പേര് പറയും, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ എന്ന് പറഞ്ഞാൽ NH C ഡബിൾ ബോണ്ട് NH വരുവാണെന്നാണ് ഇമീൻ. അപ്പൊ C ഡബിൾ ബോണ്ട് NH-നെ മാറ്റിയിട്ടാണ് CH3 വന്നത് നോക്കുമ്പോഴാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ എന്നാവുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ എന്ന് വരും. ഇവനെ നമ്മൾ ഷിഫ്റ്റ് ബേസ് എന്നും പറയുമേ. ഷിഫ്റ്റ് ബേസ്, SCHIFF ഷിഫ്റ്റ് ബേസ് എന്നും പറയും. അപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് ഈ റിയാക്ഷൻ, അതായത് അമോണിയയുടെ ഡെറിവേറ്റീവ് പറഞ്ഞതിനകത്ത് ആ റിയാക്ഷൻ എപ്പോഴും ഈ ഓടെ പോകുന്നത് ആ NH2-നകത്തെ ഒരു H എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ താഴോട്ട് പഠിക്കുന്ന റിയാക്ഷൻസ് എല്ലാം തെറ്റിപ്പോകും. മുകളിലത്തേനകത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മറ്റേ രീതി വേണം പഠിക്കാം, പക്ഷെ താഴെ വരുമ്പോഴത്തേക്കും അത് നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നോക്കിക്കോളൂ, ഇനി ഇത് വന്നു. ഇനി ഞാൻ NH2-ന്റെ NH3-ലെ ഒരു ഹൈഡ്രജനെ മാറ്റി, അതായത് Z എന്ന് പറയുന്നത് ഞാൻ OH എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക്. ഒരു കാര്യം കൂടെ എഴുതി വെച്ചോണ്ട്, ഈ CH3NH2 എന്ന് പറയുമ്പോൾ ഇവനൊരു അമീനാണ്. അമീൻ നമുക്ക് പഠിക്കാനുണ്ട്, അമീൻ. അപ്പം ഇതിന്റെ തന്നെ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ Z എന്താവും? ഈ Z ഈസ് OH. OH ആണെങ്കിലോ സെയിം കോമ്പൗണ്ട് തന്നെ എടുക്കാം. നോക്കിക്കോളൂ, CH3 C ഡബിൾ ബോണ്ടോ H പ്ലസ് NH2 ആ Z മാറിയിട്ട് അവിടെ എന്ത് വരുന്നു? OH വരുന്നു. അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ഹൈഡ്രജനകത്തെ ഈ H2-നകത്തെ ഒരു ഹൈഡ്രജൻ ഓക്സിജന്റെ അടുത്ത് പോയി ഈ നൈട്രജൻ ഇതേപോലെ വന്ന് ഈ കാർബണുമായിട്ട് ചേരുന്നു, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് CH3 C, ഇവിടെയും H, ഇത് ഡബിൾ ബോണ്ട് രണ്ടെണ്ണം വിടർത്തുക, ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആയി. അപ്പം ഒരു ബോണ്ടിൽ ഓക്സിജൻ ഉണ്ട്, അതിൽ ഹൈഡ്രജൻ വന്നു ചേർന്നു, അപ്പുറത്ത് ഒരു നൈട്രജൻ ഉണ്ട്, അതേലൊരു ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു OH ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനിയും അടുത്ത സ്റ്റെപ്പിൽ എലിമിനേഷൻ ഓഫ് വാട്ടർ നടക്കുമ്പോൾ വാട്ടർ എലിമിനേറ്റ് ആയി പോകുന്നത് തന്നെ ഇങ്ങനെയായിരിക്കും. അപ്പോൾ തന്നെ ഇങ്ങനെ എലിമിനേഷൻ ഓഫ് വാട്ടർ ഇങ്ങനെയായിരിക്കും. എലിമിനേഷൻ ഓഫ് വാട്ടർ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് വരും? ഇത് CH3 അനക്കണ്ട, CH അതും അനക്കണ്ട, ബാക്കി ഡബിൾ ബോണ്ട് ആവുന്നു, അതിൽ NOH വരും. ഓക്കെ. ഈ NH2OH എന്ന് പറയുമ്പോൾ അവന്റെ പേര് എന്താ പറയുക? ഹൈഡ്രോക്സിൽ അമീൻ എന്ന് പറയും. ഹൈഡ്രോക്സിൽ അമീൻ എന്ന് പറയും. അങ്ങനെയാണ് ഹൈഡ്രോക്സിൽ അമീനിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ നമ്മൾ ഓക്സൈൻ എന്നായിരിക്കും പറയുന്നത്. ഓക്സൈൻ. പിന്നെ ഇതിലൂടെ വാട്ടർ എലിമിനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വാട്ടർ റിമൂവ് ആയി കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് കാണിക്കണം കേട്ടോ. അത് എഴുതിയില്ലെന്നേ ഉള്ളൂ. ഇവിടെ എല്ലാം H2O ഉണ്ട് പ്രൊഡക്റ്റിനകത്ത്. എനിക്കൊരു 3 റിയാക്ഷനുകളുണ്ട്. 3 റിയാക്ഷനോട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിലുള്ള റിയാക്ഷൻ തീരുമേ. അപ്പം നോക്കിയോ, നാലാമത്തേത് ഈ Z എന്ന് പറയുന്നത് NH2 തന്നെയാണെങ്കിൽ, Z ഈസ് NH2 തന്നെയാണെങ്കിൽ എങ്ങനെയാണ് റിയാക്ഷൻ? സെയിം റിയേജന്റ് തന്നെ എടുക്കാം. CH3 C ഡബിൾ ബോണ്ടോ H, അതിനകത്ത് ഓൾറെഡി ഒരു NH2 ഉണ്ട്, അതിൽ ആ Z മാറ്റിയിട്ട്, Z അല്ലെങ്കിൽ H മാറ്റിയിട്ട് നമ്മൾ ആരെ കൊണ്ടുവന്നു? NH2-നെ തന്നെ കൊണ്ടുവന്നു. NH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഹൈഡ്രസീൻ എന്നായിരിക്കും. ഹൈഡ്രസീൻ എന്നായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമ്മൾ പറഞ്ഞു
ഈ സൈഡിൽ കിടക്കുന്ന NH2ന്റെ ഒരു H ആണ് ഇവിടെ വരുന്നത്. ബാക്കി ഈ N ഇതേപോലെ തന്നെ വന്ന് കാർബണിൽ ചേരും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെ അനക്കണ്ട. ഇവിടെ CH3 എന്ന് എഴുതുക, ഇവിടെ C, ഇവിടെ H, ഇവിടെ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ഇതിലൊരു OH വരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ ബാക്കിയുള്ളത് ഒരു N കിടപ്പുണ്ട്, പിന്നെ ഒരു H കിടപ്പുണ്ട്, പിന്നെ ഒരു NH2 കിടപ്പുണ്ട്. അപ്പം എലിമിനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വാട്ടർ റിമൂവ് ആയി പോകും. റിമൂവ് ആയി പോയി കഴിഞ്ഞാൽ ബാക്കി CH3 അനക്കാതെ അവിടെ ഉണ്ട്, C അവിടെ ഉണ്ട്, H അവിടെ ഉണ്ട്, ഡബിൾ ബോണ്ട് ആവുന്നു, NnH2 എന്ന് വരും. ഇവനെ നമ്മൾ ഹൈഡ്രസോൺ എന്ന് പറയും. ഹൈഡ്രസോൺ എന്ന് പറയും. ചെറുതാക്കാം, എല്ലാം എഴുതിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങ് നിർത്താം. എല്ലാവരും കിളി പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത്രയും എഴുതിക്കും.